ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സർവ്വത്തിൽ എല്ലാവരും ചേർന്ന് പാടാം. ആരാധിക്കുന്നു ഞങ്ങൾ, ഹല്ലേലൂയ ആമേൻ. കൈകൾ വീശി ഒന്ന് ചേർന്ന് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന് ഈശോയെ നോക്കി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയെ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം
വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധയെ മാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട എല്ലാ നിയോഗങ്ങളുടെ മേല്, അവർ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേല് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ കർത്താവേ. ഇപ്പോൾ ഇവിടെ പ്രായിരിക്കുന്ന മക്കള്, യൂട്യൂബിൽ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കള്, അവിടെ നാനാവിധമായ ആവശ്യങ്ങള്, രോഗദുരിതങ്ങള്, കടഭാരങ്ങള്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമേ, സകല കഷ്ടതകളിൽ നിന്ന് നിലവിളികളുടെ മേൽ അനുഗ്രഹം വർഷിച്ച ദൈവമേ, കണ്ണുനീരോടെ ഇവർ വിളിച്ചപേക്ഷിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരും ഇരിക്കണ്ട, നിന്നാലും മതി. കുറച്ച് സമയം അച്ഛൻ എടുക്കത്തുള്ളൂ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. സ്നേഹത്തോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസ മേഖലകൾ സമർപ്പിക്കുന്നു. വചനത്തിന്റെ നിറവ് നൽകുന്നു. അടയാളങ്ങൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഭാഗ്യമുള്ളവരാ. മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ആരാധനയ്ക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ദൈവാനുഗ്രഹമാണ്. അതേസമയം തന്നെ അന്യരാജ്യങ്ങളിൽ ഇപ്പോഴ് ലൈവായി ആരാധന കൂടുന്നവരുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ, അന്യ ജില്ലകളിലൊക്കെ കൂടുന്നവരുണ്ട്. ചിലരിപ്പോൾ കൂടത്തില്ല, സന്ധ്യയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞേ കൂടത്തുള്ളൂ. അവർക്കെല്ലാം വേണ്ടി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്കും ഉടമ്പടി എടുത്തു പോയിരിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്തില്ലെങ്കിലും ജീവിതത്തിലെ വേദനയും രോഗവും ഹൃദയഭാരവും അനുഭവിക്കുന്ന ഈ ധ്യാനം കൂടുന്ന നാനാജാതി മതസ്ഥർ ദൈവത്തിന്റെ മക്കൾക്ക് ആശ്വാസമാകാൻ അഭിഷേകമാകാൻ ഈ ആരാധനയിലെ കർത്താവിന്റെ കൃപ ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ വളരെ ഈടുറ്റ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. നമ്മുടെ ഈ പുതിയ കാലത്തെ അതിസങ്കീർണമായ ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും
പ്രതിരോധിക്കാൻ കഴിയുന്ന എല്ലാ മണ്ഡലങ്ങളെയും സർവസ്പർശിയായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ടാണ് അവസാനമൊക്കെ സാക്ഷ്യം പറഞ്ഞവരെ എല്ലാവരോടും കൂടി പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം. ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ കണ്ണുനീരിലേക്ക് അത് തുടച്ചു മാറ്റാൻ കർത്താവിൻ്റെ കൈ നീണ്ടു വരും. പ്രാർത്ഥനയോടെ വിശ്വസ്തയോടെ കാത്തിരിക്കണം. അത് അവർ പറഞ്ഞതല്ല, അവരിലൂടെ നിങ്ങൾക്ക് കർത്താവ് നിങ്ങളോട് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു സഹോദരൻ വളരെ ഇടറിക്കൊണ്ട് പറഞ്ഞ സാക്ഷിയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ വിസ എക്സ്പയർ ആയിപ്പോയി. വിസ എക്സ്പയർ ആയത് അദ്ദേഹം അറിഞ്ഞില്ല. അതുകൊണ്ട് ജയിലിൽ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ജയിലിൽ പോയാൽ എത്ര വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നറിയില്ല, എന്തുമാത്രം പിഴ ഈടാക്കേണ്ടി വരുമെന്നറിയില്ല. അതെല്ലാം പാസ്പോർട്ട് റിമാർക്ക് വന്നാൽ ചിലപ്പോൾ എക്സിറ്റും പിന്നീട് റീ എൻട്രിയൊക്കെ നടക്കുക. എല്ലാം ജീവിതം അങ്ങ് തീരുകയാണ് ആ മനുഷ്യൻ്റെ. അങ്ങനെ ജീവിതം തീരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ വന്ന് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണത്. എന്താണ് ചെയ്യണത്? ഉടമ്പടി ചെയ്യുകയാണ്. സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഉടമ്പടി ചെയ്തു കഴിഞ്ഞപ്പോഴൊരു സംഭവം നടന്ന്. എന്താണ്? അമ്മ മകനെ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? അമ്മ നിന്നെ സന്ദർശിക്കും, അമ്മ നിന്നെ സന്ദർശിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത് കംപ്ലീറ്റ് വിശ്വാസത്തിൻ്റെ ഒരു സബ്ജക്റ്റാണ്. അമ്മ നിന്നെ സന്ദർശിക്കുമെന്നുള്ളത്. ആ അമ്മച്ചിക്ക് അത് എവിടുന്ന് കിട്ടിക്കാണും? അമ്മ നിന്നെ സന്ദർശിക്കുമെന്നുള്ളത്. പക്ഷേ സംഭവം നടന്നു അല്ലേ. ആ മുസ്ലിം സഹോദരി ഇവനെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ, അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പാരമ്പര്യ വേഷത്തിൽ ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വരുമ്പോൾ അവിടെ മുഖത്ത് നോക്കുമ്പോൾ അവർ മനസ്സിലായി മാതാവിൻ്റെ മുഖമാണെന്ന് അല്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ നിന്നെ സന്ദർശിക്കും. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അത്ഭുതം പോലെയാണ് കേട്ടത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയണ ഏതാണ്, എങ്ങനെയാണ് ആ മകൻ്റെ അമ്മയ്ക്ക് ഉടമ്പടി ചെയ്തപ്പോൾ മാതാവ് നേരിട്ട് വന്ന് നിന്നെ സന്ദർശിക്കുമെന്ന് മകനോട് പറയാൻ എങ്ങനെ കഴിഞ്ഞു? അതാണ് ചോദ്യം. അതെങ്ങനെ കഴിഞ്ഞത്? വിശ്വാസം കൊണ്ട് മാത്രമല്ല. അതായത് അത് ഉടമ്പടി ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ, വചനത്തിൽ ഇപ്പം ഞങ്ങൾ ആവട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു എന്നൊരു വചനമുണ്ട്. 1 കൊറിന്ത്യൻസ് 2:16 പറഞ്ഞേ. വീട്ടിൽ പോയി വായിക്കണേ. ഒന്ന് പറഞ്ഞ്, ഞങ്ങൾ ആവട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ മനസ്സ് അറിയാൻ പറ്റും. ഉടമ്പടി നിങ്ങളെ ശരിക്കും വളർത്തും. അതിൻ്റെ കറക്റ്റ് ഫോർമുല കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയും പ്രഖ്യാപനവും കൂടിയുള്ള ജീവിതം കൊണ്ടുള്ള ദൈവതിരുസന്നിധിയിലുള്ള ഒരു വലിയ സമർപ്പണമാണ്. അതാണ് ജെറമിയ പറയണത്, നീ എന്നോട് ഉടമ്പടി ചെയ്തു, നിൻ്റെ പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞു, നിൻ്റെ ദേശത്തെ തേനും പാലും ഞാൻ ഒഴുക്കുവെന്ന്. നീ എന്നോട് ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജെറമിയ 11-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ. ജെറമിയ 11-ാം അധ്യായം 5ഉം 6ഉം തിരുവചനങ്ങൾ. നീ എന്നോട് ഉടമ്പടി ചെയ്തു. എങ്ങനെയാണ് നീ ഉടമ്പടി ചെയ്തത്? എൻ്റെ ഉടമ്പടി നിബന്ധനകൾ നീ പാലിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഉടമ്പടി പുസ്തകത്തിലെ നിബന്ധന എന്ന് പറയുമ്പോൾ പുതിയ കാര്യമല്ലത്. പണ്ട് മുതലേ ഉടമ്പടിക്ക് നിബന്ധനയുള്ളതാണ് എന്ന് പറഞ്ഞ്, നീ എൻ്റെ
നിബന്ധനകൾ പാലിച്ചു. അത് കാരണം നിന്റെ ദേശത്ത് ഞാൻ നിന്റെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും നിന്റെ ദേശത്ത് ഞാൻ ഒഴുക്കും. അപ്പൊ ഈ തേനും പാലും ഒഴുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തേനും പാലും ഒഴുകി കിട്ടിയ ആൾക്കാരാണ് ഈ സാക്ഷ്യം വരാൻ പറഞ്ഞ് മാറിയത് അല്ലേ. അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ളതാണ് അവസാനമുള്ള ചേച്ചി പ്രവചനം പോലെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ തേനും പാലും ഒഴുക്കാൻ എന്താ മാർഗം? നീ എൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ചു. അപ്പം നിബന്ധനകൾ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. ഉടമ്പടി നടക്കണത് എപ്പോഴാണ്? വീടുകളിലാണ് ഉടമ്പടി നടക്കുന്നത്. ആ നിബന്ധനകളെല്ലാം നമ്മൾ പാലിക്കുമ്പോൾ ഉടനെ ജെറമ്യ എന്നാ മറുപടി പറയണത്? കർത്താവേ, അങ്ങനെ ആയിരിക്കട്ടെ എന്ന്. അതാണ് ജെറമ്യ 11:5. അതായത് നിന്റെ ദേശത്ത് ഞാൻ തേനും പാലും ഒഴുക്കും, നിന്റെ പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞ വാഗ്ദാനം പാലിക്കും. എപ്പോഴാണ്? നീ എന്നോട് ചെയ്ത നിബന്ധനകൾ നീ പാലിക്കുമ്പോൾ. അപ്പോൾ ജെറമ്യ മറുപടി എന്താ പറയണത്? ജെറമ്യ 11:5, കർത്താവേ അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞേ. ആയിരിക്കട്ടെ. അതിനാണ് ആമേൻ എന്ന് പറയണത് അല്ലേ. ആമീൻ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി പാലിക്കുന്ന ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളുടെ മേൽ തേനും പാലും ഒഴുകുന്ന ദൈവീക വചനത്തിന്റെ അഭിഷേകം, വാഗ്ദാനത്തിന്റെ നിറവ് കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ മഹാവാഗ്ദാനങ്ങൾ ഒന്നാണ് ഐ വിൽ കം വിത്ത് യു. ഞാൻ നിന്നോടുകൂടെ വരും. നമുക്കറിയാമല്ലോ നമ്മുടേത് എന്താണ്? മരിയൻ ഉടമ്പടിയിലാണ്. മരിയൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് ഉടമ്പടി ചെയ്യണത്? നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത്. ആര് വഴി? അമ്മ മാതാവ് മധ്യസ്ഥയല്ലേ ഉടമ്പടിയുടെ. ഉടമ്പടി അമ്മയോടല്ലേ ചെയ്യണത്. ചില അച്ഛന്മാർ വരെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഉടമ്പടി അമ്മയോടല്ലേ ചെയ്യണത്. KCBCയുടെ തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉടമ്പടി പുസ്തകം പരിശോധിച്ച് പഠിച്ചതിന് ശേഷം എനിക്കൊരു നോട്ട് എഴുതി തന്നിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കണമെന്ന് അറിയാവോ? ഉടമ്പടി ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. ഉടമ്പടി ദൈവ കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഉടമ്പടി പരിശുദ്ധാത്മാ കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. കൈയടിച്ച് കർത്താൻ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. അത് ചെയ്തിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സമർപ്പിച്ച നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദേശത്ത് ഞാൻ തേനും പാലും ഒഴുക്കുമെന്ന് ജെറമ്യ 11:5 വീണ്ടും വാഗ്ദാനത്തെ ദൈവം പുനഃസ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ പുനരനുസ്മരിപ്പിക്കുമ്പോൾ അതിനേക്കാൾ ഒരു മഹാവാഗ്ദാനമാണ് ഐ വിൽ കം വിത്ത് യു. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. മോസസിനോട് ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം പറഞ്ഞതാണ്, ഞാൻ തന്നെ ബൈ പേഴ്സൺ ഐ വിൽ അക്കമ്പനി വിത്ത് യു. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. അപ്പം അമ്മയാണ് ഉടമ്പടിയുടെ മധ്യസ്ഥയായതുകൊണ്ട് മരിയൻ ഉടമ്പടിയിൽ എന്താ വരണത്? അമ്മ തന്നെയാണ് ബൈ പേഴ്സൺ വരണത്. അതുകൊണ്ടാണ് ആ ചേച്ചി പറഞ്ഞത്, മാതാവ് നിന്നെ സന്ദർശിക്കും. ലീലാ സിപ്രി സപ്രൻ, അങ്ങനെ ഒരു സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു ഇന്ന്. ലീലാ സപ്രൻ അല്ലേ? പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല, അങ്ങനെയാണ് തോന്നണം. അവിടെ സാക്ഷ്യം തന്നെ. അവിടെ സാക്ഷ്യങ്ങൾ ഏറ്റവും വലിയ സാക്ഷ്യം, അവിടെ കയ്യിൽ നിന്ന് പത്രക്കെട്ടുകൾ കാണാണ്ട് പോയി അല്ലേ? അപ്പോൾ അവർക്ക് ഭയങ്കര
സങ്കടമായി. അമ്മ മാതാവിൻ്റെ പത്രമല്ലേ കാണാതെ പോയി എന്ന്. അപ്പോൾ അവർ സ്കൂട്ടറിന് അവർ പോയ വഴികളെല്ലാം അന്വേഷിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോഴുണ്ട് ഒരു തേക്കിൻ്റെ ചുവട്ടിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട്, കൃപാസനത്തിൻ്റെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. അവർ നോക്കുമ്പോൾ ആ ഒരു ഗ്ലാൻസിൽ അമ്മയെ കണ്ടതിന് ശേഷം നോക്കുമ്പോൾ അമ്മയുടെ കാൽച്ചുവട്ടിൽ അവർ നഷ്ടപ്പെട്ടെന്ന് കരുതിയ 2 പത്രക്കെട്ടുകളും അമ്മയുടെ കാൽച്ചുവട്ടിൽ കണ്ടു കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷിയുടെ നമ്മൾ കേട്ടതല്ലേ ഇല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പോലും നാളെ ഇത് എന്തായി തീരുമെന്ന് പോലും അറിയത്തില്ല. അത്രയും റേഞ്ചിലാണ് അമ്മ ഈ വിഷയം ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പത്രം ആരുടേതാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം അമ്മയുടേതാണ്. പത്രത്തെക്കുറിച്ചാണല്ലോ നമ്മളെ ആക്ഷേപങ്ങളെല്ലാം TV കേട്ടുകൊണ്ടിരിക്കണേ അല്ലേ? ഇപ്പോഴേ അതിൻ്റെ സ്ഥിരീകരണങ്ങളൊക്കെ വന്നില്ലേ? ആ സ്ഥിരീകരണങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പത്രം ആരുടേതാണെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ പത്രത്തെക്കുറിച്ച് കുറേയധികം വിഷയങ്ങൾ, ഇനിയും വലിയ വിവാദങ്ങൾ വരും. നമ്മളിന്ന് വരെ ഒരു മനുഷ്യനോട് പത്രം തിന്നണമെന്നോ പത്രം കരിച്ച് തേക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് ദൈവം ചില ഇപ്പം തന്നെ ആ അമ്മച്ചി എന്നാ പറഞ്ഞത്? നിന്നെ അമ്മ സന്ദർശിക്കും. അതവർക്ക് എവിടെ നിന്ന് കിട്ടി? അതുപോലെ ദൈവവും നമ്മളും തമ്മിൽ ഉടമ്പടി പ്രകാരം, നിബന്ധന പ്രകാരം ഒന്നാകത്തില്ലേ? നിബന്ധന പ്രകാരം നമ്മളെന്താണ്? ദൈവമായിട്ട് ഒന്നാകും. കാരണം ദൈവത്തിൻ്റെ വാക്ക് അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഉടമ്പടി ആയില്ലേ? ജെറമിയ എന്താ പറയണത്? കർത്താവേ അങ്ങനെ ആയിരിക്കട്ടെ. ജെറമിയയോട് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ നീ എൻ്റെ നിബന്ധന പാലിക്കണമെന്ന് പറയുമ്പോൾ ജെറമിയ തിരിച്ചെന്നാ പറയണത്? കർത്താവേ അങ്ങനെ ആയിരിക്കട്ടെ. ജെറമിയ 11:5 എന്ന് വെച്ചാൽ ഉടമ്പടി നിബന്ധനകൾ ഞാൻ പാലിക്കും. ഉടമ്പടി പാലിച്ച് നിബന്ധനകൾ പാലിക്കുമ്പോഴെന്താണ് ലീല സുപ്രൻ ചെയ്തത്? അവർ ഒരു 96 വയസ്സുള്ളൊരു അപ്പൂപ്പനെ കുടുംബത്തിൽ പരിചരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? 96 വയസ്സുള്ള ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അതല്ലേ കർത്താവിൻ്റെ വാക്ക്? കാരുണ്യപ്രവൃത്തിയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തി ചെയ്തിട്ട് അവസാനം ചെയ്യാൻ പറ്റാണ്ടായി. കാരുണ്യപ്രവൃത്തി ചെയ്യുന്ന കാര്യം, ഇവർക്ക് പനി വന്ന് ഇവർ ഹോസ്പിറ്റലൈസ് ആയിപ്പോയി. അപ്പം അവനെ പുറത്തേക്ക് വിടാൻ പറ്റത്തില്ല. അകത്താണെങ്കിൽ അപ്പാപ്പൻ്റെ ബന്ധുക്കൾ വിളിച്ച് പറഞ്ഞിട്ട് പോലും അവർക്ക് അപ്പാപ്പനെ കാണാനുള്ളൊരു സാഹചര്യമല്ല. ഉപേക്ഷിക്കപ്പെടുക. എല്ലാവരും ഈ ലോകത്തുണ്ടെങ്കിലും അപ്പാപ്പന് ആവശ്യമായ എല്ലാ ആൾക്കാരും ഉണ്ട്. പക്ഷെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കണ ഒരു മനുഷ്യൻ. അപ്പാപ്പൻ്റെ ആൾക്കാരെല്ലാം ഈ വിശ്വാസത്തിൽ ജനിച്ചതാണ്. ഏത്? ബൈബിളിൻ്റെ വിശ്വാസത്തിൽ. ആരാണ് ക്രിസ്ത്യാനി എന്ന് ചോദിച്ചാൽ ഇപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താ കാര്യം? ലീലാസുപ്രൻ ആരാണ്? പാരമ്പര്യമായിട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച ക്രിസ്ത്യാനിയല്ല. പക്ഷെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവരാരാ? ക്രിസ്ത്യാനിയാണ്. എന്താ കാര്യം? കർത്താവിൻ്റെ വാക്ക് പാലിച്ചു. പാപ്പൻ്റെ മക്കൾ പാരമ്പര്യമായിട്ട് സ്നാനമേറ്റ ക്രിസ്ത്യാനിയാണ്. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞേ ഇത് മതം മാറ്റാനുള്ള എൻ്റെ സംവിധാനമാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ TV വാർത്ത വരുന്നുണ്ട് ഇല്ലേ? അമ്മ മാതാവ് എന്നോട് 2 കൊല്ലം മുമ്പ് ഉടമ്പടിയുടെ പുസ്തകങ്ങൾ ഞാൻ 72 മണിക്കൂർ കൊണ്ട് എഴുതുമ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ നാളെ കാലങ്ങളിൽ പിശാച് പ്രവർത്തിക്കും, അതുകൊണ്ട് നീ എഴുതണം. നിൻ്റെ ഉദ്ദേശം, ഉടമ്പടി ഉദ്ദേശം എൻ്റെ ഉദ്ദേശമാണ്, അത് മതം മാറ്റാനുള്ളതല്ലെന്ന്. ഉടമ്പടി കൈപ്പുസ്തകത്തിൻ്റെ 38ാമത്തെ പേജിൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. ആർക്കും വായിക്കാം. ഉടമ്പടി, കൃപാസനം, ആധ്യാത്മികത ആരെയും മതം മാറ്റാനുള്ളതല്ല, ആരെയും ജ്ഞാനസ്ഥാനപ്പെടുത്താനുള്ളതല്ല എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. ഇത് എഴുതിയ കാലത്തെ പരിശുദ്ധാത്മാവ് നൽകിയ നോട്ടാണത്. പിന്നെ എന്തിനു വേണ്ടിയുള്ളതാണ്? മനുഷ്യൻ്റെ കാരുണ്യം, ദൈവത്തെ പ്രതിയുള്ള മനുഷ്യൻ്റെ കാരുണ്യം വർദ്ധിക്കണം.
മനുഷ്യന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരസ്പരം സഹായിക്കണം. കണ്ണീരുള്ളവൻ്റെ കണ്ണുനീര് ജാതിയും മതവും നോക്കാതെ തുടക്കപ്പെടണം. അവനിവിടെ ആശ്വസിച്ച് സന്തോഷിച്ച് ഇവിടെ സമാധാനത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. അതിനുവേണ്ടിയാണ് ദൈവസങ്കല്പങ്ങൾ, അതിനുവേണ്ടിയാണ് ഈ ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോഴ് കേരള സമൂഹത്തിനും അകത്തും പുറത്തുമൊക്കെ മനുഷ്യൻ ദൈവത്തിന് സാക്ഷിയായി ജീവിക്കണത്. നമ്മളിതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പ്രാർത്ഥന ഉണ്ടാകണം. കർത്താവേ, ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, എല്ലാ മനുഷ്യരിലും ദൈവത്തെ കണ്ടുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിലൂടെ ഉടമ്പടി പ്രകാരം മനുഷ്യനെയും പ്രകൃതിയെയും സന്ധിച്ചും സ്നേഹിച്ചും ഇവിടെ സ്നേഹത്തിന്റെ ഒരു സംരക്ഷണം ലഭിക്കുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. കൃപാസനത്തിന്റെ ആധ്യാത്മിക ലക്ഷ്യങ്ങളെ അങ്ങ് നീതീകരിക്കണമേ. അടയാളങ്ങൾ കൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട് നീതീകരിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കൃപാസനത്തെ ആധ്യാത്മികതയെ ദൈവാത്മാവാൽ പൗത്രീകരിക്കുകയും ജനതകൾക്ക് വിശ്വാസവും ജനതകൾക്ക് മാനസാന്തരവും ജനതകൾക്ക് സൗഖ്യമായി തീർക്കണമേ, ഔഷധമായി തീർക്കണമേ. കർത്താവേ, ഉടമ്പടി എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ച് യേശുക്രിസ്തുവിന് സാക്ഷികളാകാൻ അടയാളങ്ങൾ കൊണ്ട് അവരെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും അപ്പോഴിതെല്ലാം നമ്മൾ വ്യക്തമായി കൃപാസനത്തിലെ നിബന്ധന അനുസരിച്ച് കൊണ്ടാണ് ലീല കാരുണ്യപ്രവൃത്തി ചെയ്തത്, അല്ലേ? കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകൾ പാലിക്കുമ്പോൾ, ഐ വിൽ കം വിത്ത് യു, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. തേക്കിൻ്റെ ചുവട്ടിൽ അവർ മാതാവിനെ നേരിട്ട് കാണുകയും നഷ്ടപ്പെട്ട പത്രങ്ങൾ അവിടെ കണ്ടെടുക്കാനായത് എല്ലാവർക്കുമുള്ള അടയാളങ്ങളാണ്. അപ്പം എന്തെല്ലാം നിബന്ധനകളുണ്ടോ അതെല്ലാം പാലിക്കുമ്പോൾ ഉടമ്പടി പ്രകാരമുള്ള വാഗ്ദാനം ദൈവം നിറവേറ്റുന്ന സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ വചനത്തിൽ പറയുവേ, കർത്താവുമായി സംയോജിക്കുന്നവൻ എന്ന് പറഞ്ഞേ, സംയോജിക്കുന്നവൻ അവിടുന്നുമായി ഏക ആത്മാവായി തീരുന്നു. ഒന്നുകൂടി പറഞ്ഞേ, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുന്നുമായി ഏക ആത്മാവായി തീരുന്നു. ഇത് 1 കൊറിന്ത്യൻസ് 6:17 തിരുവചനമാണ്. ഒന്ന് പറഞ്ഞ 1 കൊറിന്ത്യൻസ് 6:17 വീട്ടിൽ പോയി വായിക്കണേ. അപ്പം എന്താണ് എഴുതിയിരിക്കണത്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുന്നുമായി ഏക ആത്മാവായി തീരുന്നു. എൻ്റെ മക്കളെ, ഇത് ദൈവവുമായി കാര്യം. ദൈവം ആരാ? ശരീരമാണ്, അല്ലല്ലോ, ആത്മാവല്ലേ, ഇല്ലേ? യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞ യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകും. അപ്പം ആത്മാവാകും ദൈവത്തോട് നമ്മൾക്ക് യോജിക്കാൻ പറ്റും. കർത്താവിൻ്റെ ആത്മാവിനോട് എങ്ങനെയാണത്? കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറ്റുമ്പോൾ. മനസ്സിലായില്ലേ? അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആത്മാവും ഒന്നാകുമ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് തിരിഞ്ഞു കിട്ടണത്. പിടികിടിയാ? അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസ് 2:16 പറയണത്, ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സ്
അറിയുന്നു. എന്ന് പറഞ്ഞ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നു. കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിന് അറിയാൻ പറ്റും. പിടിക്കിലെ ഒരു സഹോദരൻ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? ഈ ആരാധന കൂട്ടത്തിൽ മരത്തിൽ നിന്ന് വീണൊരു മകൻ ഉണ്ട്, അവനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതെങ്ങനെ അറിയണതാണ്? കർത്താവുമായി നമ്മൾ പ്രാർത്ഥനയിൽ സ്നേഹത്തിൽ സംയോജിച്ച് കഴിയുമ്പോൾ കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണതാണ്. ഒരമ്മ പറഞ്ഞല്ലോ, എന്നാ പറഞ്ഞത്? ആദ്യം പറഞ്ഞ അമ്മ എന്താ പറഞ്ഞത്? നിന്നെ മാതാവ് സന്ദർശിക്കും. അതെങ്ങനെ പറഞ്ഞതാ? ഉടമ്പടി ചെയ്തപ്പോൾ കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യം ആ അമ്മ അറിഞ്ഞതാണ്. കർത്താവ് പറഞ്ഞു, നിൻ്റെ മകനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കും. അതുകൊണ്ടാണ് അമ്മ തിരിച്ചു പറയണത്, മകനെ മാതാവ് നിന്നെ സന്ദർശിക്കും. അതെങ്ങനെയാണ് പറയണത്? കർത്താവിൻ്റെ മനസ്സിലുള്ളത്. കർത്താവുമായി 1 കൊരിന്ത്യർ 6:17 അനുസരിച്ച് കൊണ്ട് നിബന്ധനകൾ പാലിച്ച് കഴിയുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ വചനം പാലിച്ച് കഴിയുമ്പോൾ കർത്താവുമായി ഏകാത്മാവായി മാറും. ഇപ്പം കർത്താവിൻ്റെ ആത്മാവിലുള്ളതും മനസ്സിലുള്ളതും 1 കൊരിന്ത്യർ 2:16 അനുസരിച്ച് കൊണ്ട് നമ്മൾക്ക് അറിയാൻ പറ്റും. ഉടമ്പടി നമ്മളെ നിലവാരമുള്ള ദൈവ പൈതലാക്കി മാറ്റും. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഓരോ ദിവസം ചെല്ലും തോറും അങ്ങേ കൂടുതൽ അറിയുന്ന ഈടുറ്റ ദൈവ പൈതലായി ഉടമ്പടി പാലിച്ചുകൊണ്ട് എന്നെ വളർത്തണമേ. എൻ്റെ മക്കളെ, അപ്പോഴും ഈ ജോലി കിട്ടുക അല്ലെങ്കിൽ രോഗം മാറുക എന്നുള്ള കൊച്ചു പരിപാടികളെക്കാളും ദൈവവുമായി സംയോജിച്ച് ദൈവവുമായി ജീവിച്ച് ദൈവത്തിൻ്റെ വചനം നിറവേറ്റി ദൈവവുമായി ഒരു മനസ്സും ഒരു ആത്മാവുമായി തീരുന്ന വലിയ വളർച്ചയിലേക്കാണ് എൻ്റെ മക്കൾ ഉടമ്പടിയിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ നിബന്ധനകള് വാഗ്ദാനം പ്രാപിക്കാൻ നിറവേറ്റുക വഴി ജെറമിയ 11:5-6 പാലിച്ചുകൊണ്ട് കർത്താവേ എന്നെ വളർത്തണമേ, നിന്റെ മനസ്സറിയാൻ എന്നെ വളർത്തണമേ. ഈ നിബന്ധനകളെന്ന് പറയണത് എന്തുമാത്രം സീരിയസ് ആണെന്നറിയാവോ? കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈശോ എന്നാ പറഞ്ഞത്? ഈശോ ഇത് പറയുന്നുണ്ട്. ഈശോ എന്നാ പറയണത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിലെ നിറവേറ്റുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ നിന്നിൽ വസിക്കുകയും എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പം നിബന്ധനകൾ നിറവേറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? കർത്താവിൻ്റെ വാക്ക് പാലിക്കാൻ. കർത്താവ് വാക്ക് പാലിക്കേണ്ടത് എങ്ങനെയാ? കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ മക്കളെ. ഉടമ്പടി നിങ്ങൾ നിബന്ധനകൾ നിറവേറ്റുമ്പോൾ നിങ്ങൾ ഒരു നിയമം പാലിക്കുകയല്ല ചെയ്യണത്, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുകയാണ് ചെയ്യണത്. അപ്പം എൻ്റെ ഉടമ്പടിയുടെ സ്പിരിറ്റ് ഓഫ് കവനൻ്റ് എന്താണെന്ന് അറിയണം. യോഹന്നാൻ 14:21 ഒന്ന് പറഞ്ഞ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുമ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അങ്ങനെയുള്ള വെളിപാട് സംഭവങ്ങളാണ് ഈ പ്രത്യക്ഷീകരണമായിട്ട് സംഭവിക്കുന്നത്, ഇല്ലേ? അതായത് ലീലാസ്വപ്നം കണ്ടതും അവസാനം വിസ എക്സ്പയർ ആയ മകൻ മുസ്ലിം സ്ത്രീയുടെ രൂപത്തിൽ കണ്ടതും എല്ലാം ഒരുതരം എപ്പിബനികളാണ്. എന്താണ്? പ്രത്യക്ഷീകരണങ്ങൾ. ഉടമ്പടി വലിയ പ്രത്യക്ഷീകരണങ്ങളിലേക്കുള്ള ദൈവത്തിൻ്റെ ക്ഷണമാണ്. കൈ അടിച്ച് കർത്താണ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി ചെയ്ത എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഇപ്പോൾ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര് അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ പുതിയ അനുഭവത്തിലേക്ക്, പ്രത്യക്ഷീകരണ അനുഭവത്തിലേക്ക്,
ദൈവിക ദർശനങ്ങളിലേക്ക്, മാനസാന്തര അനുഭവത്തിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, സാമ്പത്തിക ഞെരുക്കമുള്ളവര്, കടഭാരത്തിൽ കഴിയുന്നവര്, രോഗാതുരമായ അസുഖത്തിൽ കഴിയുന്നവര്, വിട്ടുമാറാത്ത രോഗിൽ കഴിയുന്നവര്, ജപ്തി നടപടിക്ക് വിധേയമാകുന്നവര്, കേസിൽ കുടുങ്ങി കിടക്കുന്നവര്, തെറ്റായ പ്രേമബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവര്, കർത്താവെ സന്താനമില്ലാത്തവര്, ഭവനമില്ലാത്തവര്, ഹല്ലേലൂയ, എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ചെയ്ത ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അമ്മ വഴി ഈശോടാണല്ലോ ഞങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വിജയം നൽകണമേ. സെഫാനിയ 3 വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ കൂടെയുണ്ട്. ഞങ്ങൾ ജയിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു മോളെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് കൃപാസനത്തിൻ്റെ ഒരു ഗാനമാണ്, അഭിഷേക ഗാനം. നമ്മൾ സ്ഥിരമായി പാടുന്ന പാട്ടാണത്. എന്താണ്? നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോടൊത്ത് ജീവിക്കാൻ. എവിടെയെങ്കിലുമൊക്കെ ഒരു പരാജയമോ മനസ്സിടിയോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ 4 പേര് ഓർത്ത് വെക്കണം. അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് സംഭവം ഇപ്പോൾ വീണ്ടും പാടി കയറ്റണത്. എന്തിനാണ്? നമ്മൾ ജയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ജീവിത പ്രതിസന്ധികള്, ജീവിത ദുരിതങ്ങള്, കടഭാരങ്ങള് എല്ലാത്തിന്റെ മേൽ ഈശോ ഇതാ വിജയം നൽകുകയാണ്. അമ്മയുടെ വാദശക്തിയാൽ ഉടമ്പടിയെടുത്ത എല്ലാ മക്കൾക്കും ജീവിത വിജയം നൽകുന്നു. എപ്പോഴാണ് നമ്മൾ ജയിക്കണത്? ഇപ്പോഴൊരു മൂർഖപ്പാമ്പ് വന്നെന്ന് പറഞ്ഞില്ലേ? മൂർഖൻ പാമ്പ് വന്ന് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞില്ലേ? അപ്പം ആ ചേച്ചി എന്നാ പറഞ്ഞത്? എൻ്റെ മക്കൾ റേഞ്ചില്ലാത്ത കാരണം ചാടി പുറത്തേക്ക് രാത്രി പോകുമ്പോൾ എനിക്ക് പേടിയാണ്. അവരെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി മൂർഖൻകാരെ ഞാൻ പറഞ്ഞില്ല. മാതാവിനോട് പറഞ്ഞ്, കൃപാസനം മാതാവേ, എനിക്ക് പാമ്പിനെ കാണിച്ചു തരണമേ. സിമ്പിളായിട്ടാണ് പ്രാർത്ഥിക്കണത്. ആരുടെങ്കിലുമൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് മതം ഗൗരവമുള്ള വിഷയമാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മൂർഖനെ കൊണ്ടുവന്ന് മുമ്പിൽ കാണിച്ചു തന്നു. അനങ്ങാതെ അത് കിടന്നതല്ലേ പറയണേ, അല്ലേ? ആ ഓരോ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എല്ലാം ദൈവം ഇപ്പം നമ്മൾ യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയാം. ദൈവം അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കും. അപ്പോഴെന്താ സംഭവിക്കണം? നമ്മൾ രക്ഷ പ്രാപിക്കും. രക്ഷ ആരാണ്? ഈശോ. അപ്പോൾ ഈശോയെ ഈസിയായി പ്രാപിക്കാൻ, ഈശോ ഈസ് ഈസി, അതാണ് ഉടമ്പടി നമ്മളോട് പറയണത്. എന്താ പറയണത്? ഈശോ ഈസ് ഈസി, അതാണ് ഉടമ്പടി പറയണത്. ഈശോയെ ഈസിയായി പ്രാപിക്കാനുള്ളൊരു മാർഗ്ഗമാണ് എന്താണ്? ഉടമ്പടി. ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ റോമ 10:9 നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? യേശു കർത്താവാണെന്ന അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നു. ദൈവം അവന് മരിച്ചോട് ഉയർപ്പിച്ചത് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴും നമ്മൾ രക്ഷ പ്രാപിക്കുന്നു, ഈശോനെ പ്രാപിക്കുകയാണ്. ഈശോനെ പ്രാപിക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലുമാണ് നമ്മൾ ഈശോനെ പ്രാപിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ആലിസ് ജോണിൻ്റെ സാക്ഷ്യം എന്താ? അവളുടെ ജീവിതത്തിൽ വർഷങ്ങളായി, ഏതാണ്ട് 4 നൂറ്റാണ്ടോളവുമായി സഹോദരനുമായിട്ട് രമ്യതപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടകരമായ ആന്തരിക സംഘർഷങ്ങളാണ്. അതുമൂലം ഉണ്ടാകാവുന്ന സഹോദരനോട് ഭിന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആധ്യാത്മികമായിട്ടുള്ള പലതരത്തിലുള്ള പരീക്ഷീണാവസ്ഥകളുണ്ട്. പ്രാർത്ഥനയെ തന്നെ അത് ബാധിക്കും. പക്ഷേ പരിശുദ്ധ അമ്മ ആ വിഷയത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ ആകസ്മികമായിട്ടല്ലേ, പെട്ടെന്നല്ലേ വലിയ മാറ്റങ്ങൾ കുടുംബ ബന്ധങ്ങളിലുണ്ടാവണത്. ദൈവരാജ്യം ഉണ്ടാകുകയാണ് ഉടനെ. എന്ന് പറയല്ലേ, ഞങ്ങൾ പണ്ട് പഠിച്ചതാ. ഗ്രീക്കാണെന്നേ ഉള്ളൂ. അന്നും അറിയാൻ പാടില്ല ഗ്രീക്ക്, ഇന്നും അറിയാൻ പാടില്ല. പക്ഷെ പഠിച്ചതൊന്നും മറന്നിട്ടില്ല. എന്താണ്? ദൈവരാജ്യം
നിങ്ങളിൽ തന്നെയാണെന്ന്, അല്ലേ? നമ്മൾ തന്നെയായ ദൈവരാജ്യത്തെ അമ്മ ഉണർത്തിക്കൊണ്ടുവരും. സഹോദര സ്നേഹത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ ദൈവരാജ്യം കുടുംബത്തിലെ സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും നീതിയുടെയും ദൈവരാജ്യം, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. റോമ 14:7 വായിക്കുമ്പോൾ ദൈവരാജ്യം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അതാണ് ഉടമ്പടി ഡോക്ടർ ആലിസ് ജോണിന് കൊടുത്തത്. ദൈവരാജ്യത്തിലാണ് അവരെ. പ്രാർത്ഥികർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് ദൈവരാജ്യത്തിലാകാൻ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ദൈവം അവന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കേണ്ടത്, അല്ലേ? മത്തായി 12:20 ഈശോ പറയും, ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരങ്ങൾ ഹൃദയത്തിൻ്റെ തികവെന്ന് പറയുന്നത് ആരാ? ഈശോയാണ്. ഈശോ എന്താണ്? ഈശോ ദൈവം അവന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് റോമ 10:9 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൻ്റെ തികവാണ്. ആ തികവിൽ നിന്നാണ് എന്ത് സംഭവിക്കേണ്ടത്? അധരങ്ങൾ സംസാരിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ വരേണ്ടതാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവന് മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ്, അതിന് തികവിൽ നിന്നാണ് നിന്റെ അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉയരേണ്ടത്. അതാണ് പ്രാർത്ഥനാപരം. ആ പ്രാർത്ഥനാപരത്താൽ എന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനെ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവനെ, അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയത്തിൻ്റെ അധരങ്ങളിൽ ദൈവാത്മാവിൻ്റെ ശക്തി അഭിഷേകമായി അധരം കൊണ്ട് യേശുക്രിസ്തുവിനെ ഏറ്റുപറയാൻ, ഹൃദയത്തിൽ അവൻ മരിച്ച പുതിയ ദൈവമാണെന്ന് വിശ്വസിക്കാൻ, ഉടമ്പടിയിൽ കർത്താവേ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അങ്ങേറ്റെടുക്കണമേ. ജെറമ്യാ 12:2 അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട് എന്ന് പറഞ്ഞേ. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്. ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല. ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല. പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനം ഉണ്ടാകണം. ജെറമ്യാ 12:2 അധരത്തിൽ അവർക്ക് സ്വസ്ത്രമുണ്ട്, അങ്ങേക്ക് സ്ഥാനമുണ്ട്, പക്ഷേ ഹൃദയത്തിൽ സ്ഥാനമില്ല. ഈശോ എന്നാ പറഞ്ഞത്? 12:34 ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കണം. ഉടമ്പടി നിബന്ധനകളാണ് ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനമുണ്ടാക്കുന്നത്. പ്രാർത്ഥനകൾ അധരത്തിൽ നിന്നുമുണ്ടവരാകാം, പക്ഷേ പ്രഖ്യാപനങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉടമ്പടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും എവിടുന്നാണ് വരണത്? ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്തിനെ അടിസ്ഥാനപ്പെടുത്തുന്നതാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ചില ആൾക്കാരുടെ ഉടമ്പടി വെളുപ്പിന് എഴുന്നേറ്റുള്ള പ്രാർത്ഥനയും സന്ധ്യക്കുള്ള പ്രാർത്ഥനയേ ഉള്ളൂ, അധരം കൊണ്ടേ ഉള്ളൂ. കാരുണ്യ പ്രവൃത്തിയില്ല, പ്രേക്ഷിത പ്രവർത്തനം ഒന്നുമില്ല, ഹൃദയത്തിൽ യേശുവിന് സ്ഥാനമില്ല. അതുകൊണ്ട് എന്നാ സംഭവിക്കണത്? അതിനാനുപാതികമായിട്ട് അനുഭവങ്ങൾ കുറഞ്ഞിരിക്കും, വരണ്ടിരിക്കും. ആർക്കെങ്കിലും ഉടമ്പടിയുടെ അനുഭവങ്ങൾ വരളുന്നുണ്ടെങ്കിൽ, വരേണ്ടതാകുന്നുണ്ടെങ്കിൽ പ്രവർത്തനങ്ങളുണ്ടോ, കാരുണ്യ പ്രവൃത്തിയുണ്ടോ, പ്രേക്ഷിത പ്രവർത്തനമുണ്ടോ, ഹൃദയത്തിൽ സ്ഥാനമുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. പ്രാർത്ഥികർത്താവായ ദൈവമേ, പ്രവർത്തനങ്ങളിലൂടെ ഹൃദയത്തിൽ അങ്ങേക്ക് സ്ഥാനമുള്ളതുപോലെ അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥനയില് അത് പ്രഖ്യാപിക്കാൻ ഹൃദയത്തിൽ അങ്ങയുടെ സ്ഥാനം പ്രാർത്ഥനയിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിരന്തരം അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ വാഗ്ദാനങ്ങള്
പാലിച്ച് കാണുവാൻ അങ്ങ് കൊതിക്കുന്നത് പോലെ അതിനപേക്ഷിതമായി ജീവിതം പുനഃക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രാർത്ഥനാഭിഷേകത്തിലൂടെ ഞങ്ങളുടെ ജീവിതം പുനഃക്രമീകരിക്കാൻ, ഹൃദയത്തിൽ അങ്ങയുടെ സ്ഥാനം നൽകാൻ, അധരം കൊണ്ട് മാത്രമല്ല ഹൃദയത്തിൽ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെന്ന് എന്ന് പ്രഘോഷിക്കാൻ, അങ്ങേക്ക് സാക്ഷ്യമാകാൻ ഉടമ്പടിയിലാണ് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഉദരരോഗികളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സുവിശേഷ പ്രഭാഷണം കഴിയുമ്പോൾ ഉദരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന്. ഇപ്പോഴും ഉദരരോഗികൾ അവിടെ ഉദരത്തിൽ കൈകൾ വെക്കുക. ഉദരരോഗികൾ ഉദരത്തിൽ കൈകൾ വെക്കുക. കുടലിൽ കുരുക്കളുള്ളവരുണ്ടാകാം, എപ്പോഴും പുളിച്ചു തികിട്ടി ഗ്യാസ് ട്രബിളായി വയറ് വീർത്തുള്ളവരുണ്ടാകാം, എപ്പോഴും ഇരിച്ചിലുള്ളവരുണ്ടാകാം. അവരെല്ലാം ഉദരത്തിൽ കൈകൾ വെക്കുക. സിസ്റ്റുള്ളവരെ കൈകൾ വെക്കുക. അണ്ഡാശയത്തിലോ ഉദരാശയത്തിലോ ഒക്കെ സിസ്റ്റുള്ളവരെ കൈകൾ വെക്കുക. ഇന്ന് കുറേ സാക്ഷ്യം ആ മേഖലയിൽ നമ്മൾ കേട്ടതാണ്. എപ്പോഴും ബ്ലീഡിങ്ങിൻ്റെ കലശലായ ബ്ലീഡിങ് ഉള്ളവർ, അതിൻ്റെ വേദനയുള്ളവർ, പീരീഡ്സ് വന്നിട്ട് അതിൻ്റെ നിശ്ചിത സമയം കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ വേദനയും ബ്ലീഡിങ്ങൊക്കെ ആയിട്ട് പോകുന്നവർ ഉദരത്തിൽ അടിവയറ്റിൽ കൈകൾ വെക്കുക. നടുവേദനക്കാർ അവിടെ ഈശോയുടെ നാമത്തിൽ കൈകൾ വെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോനോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവ് മിശിഹായി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ, നടുവേദനക്കാരെ സ്പർശിക്കണമേ കർത്താവേ. നിന്റെ തിരുമുറിവാർന്ന വരത്ത് കരത്താൽ കർത്താവേ ഉദര രോഗങ്ങൾ അറിയാതെ കർത്താവെ മലം പോകുന്നവർ, മൂത്രം പോകുന്നവരെ എല്ലാവരെയും സ്പർശിക്കണമേ. ഗർഭാശയ രോഗികളെ സ്പർശിക്കണമേ. അണ്ഡാശയ രോഗികളെ സ്പർശിക്കണമേ. കുടൽ വേദനക്കാരെയും കുടൽ രോഗികളെയും സ്പർശിക്കണമേ. അർസസ് രോഗികളെ, പിസ്തുല രോഗികളെ, പിസിഒഡി രോഗികളെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങളെ സൗഖ്യമാകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, മുതാശ രോഗങ്ങള് സൗഖ്യപ്പെടുത്തുന്ന ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. പാടാം. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. ഈ ഉടമ്പടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കൊല്ലം മുമ്പ് ഇപ്പോഴുമൊക്കെ കർത്താവ് എനിക്ക് ഓരോരോ രോഗം തരുന്നുണ്ട്. അപ്പം ഞാൻ ഓർക്കും, കർത്താവ്, ഞാൻ ഉടമ്പടിയുമായിട്ടാണല്ലോ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കണത്, പിന്നെ എനിക്കെന്നാ നീ എപ്പോഴും രോഗങ്ങൾ തരണത്? ഇപ്പം എന്നാ പറ്റിയെന്നറിയാവോ? എനിക്ക് മുമ്പത്തേക്കാൾ കുറച്ച് അഹങ്കാരമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതല്ല, നിങ്ങൾ രോഗം പറയുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം. നിങ്ങൾ ഓരോ രോഗങ്ങൾ പറയത്തില്ലേ? അപ്പോൾ ഞാൻ പിടിച്ചു കൊണ്ടുപോയി കുരിശിലൊക്കെ ഒട്ടിച്ച് വെക്കണേ എന്താ? സക്രാരിയെ കൊണ്ട് പിടിപ്പിക്കത്തില്ലേ? എന്താ കാര്യം? എനിക്ക് മനസ്സിലാവും ആ രോഗം എന്താണെന്ന്. അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ വിശപ്പ് അറിയാൻ പാടില്ലാത്തവനോട് വിശപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് മനസ്സിലാകത്തില്ല. വിശപ്പ് അറിയാവുന്നവനോട് വിശപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ വിശപ്പ് എന്താണെന്ന് പറയും. അപ്പോഴേക്കും മനസ്സിലായി ഇപ്പം കർത്താവ് എൻ്റെ രോഗങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റാത്തതെന്ന്. എന്താ കാര്യം? നിങ്ങൾക്ക് രോഗമുള്ളിടത്തോളം കാലം എൻ്റെ രോഗം കർത്താവ് മാറ്റത്തില്ല. നിങ്ങൾക്ക് എന്തോ ഒരു ബ്ലീഡിങ് വരുമ്പോൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ട്, അടിവയലിൽ എന്തുമാത്രം പൊള്ളുന്നുണ്ട്, ഉറക്കം എന്തുമാത്രം നഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും രാത്രി, പലതല്ല രോഗങ്ങൾ കാരണം. അപ്പോഴേ എനിക്കറിയാൻ പറ്റും നിങ്ങൾ കർത്താവ് അച്ഛാ ഉറങ്ങിയിട്ട് 3 മാസമായെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും.
എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ എൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ വേണ്ടി ഈശോനോട് പറഞ്ഞിട്ടുമില്ല, പറയണമില്ല. എന്താ കാര്യം? ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം, ജനങ്ങൾക്ക് രോഗം ഉള്ളിടത്തോളം കാലം ആ രോഗങ്ങളോട് കേട്ടിട്ട് നിങ്ങളോടൊരു അനുകമ്പയും, എൻ്റെ തന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എനിക്ക് എളിമപ്പെടാൻ കർത്താവ് തന്നൊരു അവസരമായിട്ടാണ് ഞാനത് കാണുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ശ്വാസകോശ രോഗമുള്ളവരൊന്ന് പ്രാർത്ഥിക്കുക, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്. ശ്വാസകോശ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. കരൾ രോഗമുള്ളവർ, ഇപ്പം ഇന്ന് സൗഖ്യം ഉണ്ടായല്ലോ അല്ലേ? എല്ലായ്പ്പോഴും കിഡ്നി രോഗികളും കരൾ രോഗികളും സൗഖ്യപ്പെടുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക, നെഞ്ചത്ത് കൈവച്ച്. കരൾ രോഗമുള്ളവർ, എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്നറിയാമോ? ഈ 2-3 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് കരൾ രോഗം ഉണ്ടായി എങ്ങനെ വേരെടുത്ത് കുഞ്ഞുങ്ങളെ പോറ്റും, എങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കും? ഞാൻ വല്ലാത്ത കാര്യത്തിൽ എപ്പോഴും, ഞാൻ ഇപ്പോഴല്ല, അച്ഛനായ കാലം പോലും ഞാൻ വേദനിക്കണതാണ് ജനങ്ങൾക്ക് വേണ്ടി. കാര്യം, ഒരു തടിയാണുള്ളത്. അവരെ കൊണ്ട് വേറെ എടുത്തിട്ട് വേണേൽ കുഞ്ഞുങ്ങളെ പോറ്റാൻ, വീട് വെക്കാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിറവേറ്റാൻ. ഡോക്ടർമാർക്ക് ഈസിയായിട്ട് പറയാം പണിക്ക് പോകരുതെന്ന് പറയാം. പക്ഷെ പണിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? അതവർ പറയുമോ? ഇല്ല. ഞാനത് കർത്താവിനോട് ചോദിക്കും, കർത്താവ് പണിക്ക് പോകരുതെന്നാണ് പറഞ്ഞിരിക്കണത്, ഒരു അറ്റാക്ക് കഴിഞ്ഞാണ്, പക്ഷേ പണിക്ക് പോയില്ലെങ്കിൽ എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും? അവർക്ക് വിശക്കുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും അവർക്ക്? ഞാനിങ്ങനെ 4 നൂറ്റാണ്ട് കാലം 10-21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ ഞാനൊരു പരുവായി. സമാധാനവും സന്തോഷമൊക്കെ പോയി. എന്താണ്? ജനങ്ങളുടെ വേദനകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതുമായി എപ്പോഴും കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഓരോരോ കാലത്ത് അഖണ്ഡ ജപമാല, മരിയൻ തപസ്, ഉടമ്പടി പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ അറിയാനുള്ള മാർഗങ്ങൾ കർത്താവ് വെളിപ്പെടുത്തിയിട്ടാണ് ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷ്യം പറയണത്. നിങ്ങൾ കരളിന് വേദന ഉള്ളവരെ, ഹൃദയത്തിന് ശ്വാസതടസ്സമുള്ളവർ, പതിരക്ക് നീര് കെട്ടിയവർ, തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളവരും തൈറോയ്ഡ് ഉള്ളവരും, അതുപോലെ തന്നെ അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുമിശിഹായേ, രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹൃദയരോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, നടുവല്ലുകാരെ സ്പർശിക്കുന്ന കർത്താവേ, തൈറോയ്ഡുകാരെ സ്പർശിക്കുന്ന കർത്താവേ, ടോൺസിലുകാരെ സ്പർശിക്കുന്ന കർത്താവേ, മാരകരോഗ, കരരോഗങ്ങൾ, ഹൃദയരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, പങ്കിരാസി രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ക്രിയാറ്റിൻ കൂടിയ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള്, ഷുഗർ രോഗങ്ങള്, ആ രോഗികളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാക്കിന് പൊട്ടിപ്പഴുക്കുകയോ നാക്കിന് ഒരുതരം ലക്ഷണ വ്യത്യാസം കാണിക്കുന്ന രോഗികളുണ്ട്. അവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. കാലിൽ നീരിറങ്ങിയിട്ട് പോകാതെ കല്ലച്ച് കിടക്കുന്ന രോഗികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. കത്തി കൊണ്ട് കുത്തി കീറി കളയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് വിഷമിക്കുന്നവരുണ്ട്. ചില സമയത്ത് കടിയോ ചൊറിച്ചിലോ വേറെ എന്തോ വികാരം തോന്നുമ്പോൾ ഒരു കത്തിയെടുത്ത് ശരീരം ചെത്തി മാറ്റണമെന്ന് തോന്നണ രോഗികളുണ്ട്. അവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. വാദരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ത്വക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വിസർപ്പ രോഗികൾക്കും സോറിയാസിസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബലമില്ലാത്തവർക്കും ജോലി എടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട്. ഇപ്പം ജോലിക്ക് പോകുന്നില്ലെങ്കിൽ അടുക്കളയുടെ ജോലിയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ. പൈപ്പിൽ നിന്ന് ഒരു സോസ്പാൻ വെള്ളമെടുത്ത് നമുക്ക് കലത്തിൽ ഒഴിക്കാൻ പറ്റത്തില്ല. കൈക്ക് നീരാണും വാദമാണെങ്കിലും ഒന്ന് കോരി കുളിക്കാൻ പറ്റത്തില്ല. എന്തൊരു നരകം പിടിച്ച ജീവിതമാണ് ചില ആൾക്കാരുടെ വേദന ഉള്ളത്. നിങ്ങൾ അച്ഛനോട് ചേർന്ന് അവർക്ക് വേണ്ടി അമ്മയോട് കൂടെ
ഈശോനോട് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, രോഗങ്ങൾ കാരണം യാത്ര ചെയ്യാൻ പറ്റാത്തവരെ, യാത്ര ചെയ്തു പോയാൽ പിന്നെ 3-4 ദിവസം ഒന്നിനും കൊള്ളുകയില്ലാത്തവരെ, കർത്താവേ വാദരോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ, വാദരോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ, കർത്താവേ നീർക്കെട്ടലുള്ളവരെ, തലയില്, വയറ്റില്, നെഞ്ചത്ത്, ശ്വാസകോശങ്ങളില് വെള്ളക്കെട്ടുള്ളവരെ, കിഡ്നിയിൽ വെള്ളക്കെട്ടുള്ളവരെ സ്പർശിക്കണമേ, കർത്താവേ മജ്ജ ഒലിച്ചു പോകുന്നവരെ സ്പർശിക്കണമേ, ഈശോ ഈശോ ക്രിയാറ്റിൻ കൂടുന്നവരെ സ്പർശിക്കണമേ, പ്രഷർ രോഗികളെ, ഷുഗർ രോഗികളെ യേശുവേ ഇപ്പോൾ സ്പർശിക്കണമേ, യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ, തീരവ്യാധികളെ അത്ഭുതകരമായി ഈശോ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ നീർക്കെട്ട് രോഗികളെ കർത്താവേ സ്പർശിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. ആന്തരിക അവയവങ്ങൾ നീർക്കെട്ടുള്ളവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർ നന്ദി പറയുന്നു. മാരക രോഗങ്ങള് അങ്ങ് സുഖപ്പെടുത്തുന്നതിനെ ഓർ നന്ദി പറയുന്നു. തീരാവേദനയിൽ ദുഃഖത്തിലിരിക്കുന്നവരെ ദിവ്യകാരുണ്യത്താൽ സ്പർശിക്കുന്നതിനെ ഓർ നന്ദി പറയുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിത മണ്ഡലങ്ങൾ ഉടമ്പടിയുടെ പരിധിയിൽ വരുന്ന വലിയ ഒരു വിഷയമാണ്. ജോലിയില്ലാത്തവരെ, PR ലഭിക്കാത്തവരെ, കടകമ്പോളങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ട് കടമായി പിരിഞ്ഞവർ, ഇനി ജീവിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ആകുലപ്പെടുന്നവർ, സാമ്പത്തികമായ കടങ്ങളാൽ വേവലാതിപ്പെടുന്നവർ, ഏറ്റവും അത്യാവശ്യമായ കാര്യത്തിന് പൈസ കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ഉണ്ടാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു, പണമില്ലാത്തത് കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുന്നു എന്ന് വിചാരിച്ച് വേദനിക്കുന്നവരെ ഇപ്പോഴും പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. നമ്മൾ സാധ്യമല്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമാവനെ. കർത്താവെ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവർ, ഭവനരഹിതർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ സമ്പത്തില്ലാത്തവരെ, സാമ്പത്തിക കടങ്ങളാൽ ബന്ധിനിക്കുന്നവരുടെ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. നമ്മൾ അതിന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വേറെ ചില സന്ദേശങ്ങൾ വരണം. കൈ 3 പ്രാവശ്യം ഒടിഞ്ഞ ഒരാളെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പേര് കൈ സ്വാധീനം പോയവർക്ക് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് ബലക്ഷയമാക്കിയിരിക്കുന്ന ശ്രുതിയുടെ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടായിരുന്നു. വീടിലേക്ക് അവിടെ പുറകുവശത്ത് വീട്ടിൽ നിന്ന് അഴുക്ക് വെള്ളം വീട്ടിലോട്ട് ഒഴുക്കി വിടുന്ന കാരണം അവർ വേദനിച്ച് ഉടമ്പടി ചെയ്തപ്പോൾ 12 കൊല്ലമായിട്ടുള്ള പ്രശ്നത്തിന് അമ്മ പഞ്ചായത്ത് കാണാൻ നിർമ്മിച്ച് നൽകി അത്ഭുതകരമായിട്ട് അവരെ സംരക്ഷിച്ചു. ഭൗതിക സാഹചര്യങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ പലത് വഴിയില്ല, വീടില്ല, സ്ഥലമില്ല, തർക്കപ്പുരയിടം, ഭാഗവടമ്പടി നടക്കണില്ല, ബാങ്കിൽ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒരു ലോൺ എടുക്കാൻ വേണ്ടി നിങ്ങളുടെ സ്ഥലം പോലും ബാങ്കിലെടുക്കാത്ത രീതിയിലാണ് പലരും വിഷമം അനുഭവിക്കുന്നവർ. ഭൗതിക സാഹചര്യങ്ങളുടെ കുരുക്കുകൾ ഈശോ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രുതികട ഹല്ലേലൂയ. 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 കർത്താവേ, ജീവിത പ്രശ്നങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, വഴി തടസ്സങ്ങൾ, കേസിൽ കിടക്കുന്ന അവസ്ഥകൾ, കർത്താവേ എല്ലാ മേഖലകളിലുമേലും ചൊരിയണമേ. ഉപരിവിദ്യാഭ്യാസവും അഡ്മിഷനും ഒക്കെ ആയിട്ട് കുറേ വിഷമം അനുഭവിക്കുന്നവരെ, ഉപരിവിദ്യാഭ്യാസം ഇപ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ, അവിടെ ഗ്രാജുവേഷന് വേണ്ടി MDക്ക് അവർക്ക് ഇന്ത്യയോ വല്ലതും കിട്ടാനുള്ള യോഗ്യതയാണുള്ളത്. പക്ഷെ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ സർജറി നൽകിയെന്ന് പറഞ്ഞില്ലേ, അതെന്താ വർക്കൗട്ട് ചെയ്തത്? നോട്ട് ബൈ മെറിറ്റ്
ബട്ട് ബൈ ഗ്രേസ്. ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപിത വചനമാണ്. എഫെസ്യൻസ് 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യതയാലല്ല, എൻ്റെ കൃപയാൽ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ നേർച്ച വസ്തുക്കളും, കൃപാസനത്തിൻ്റെ പത്രിക ഉൾപ്പെടെ എല്ലാ നേർച്ച വസ്തുക്കളും ഉയർത്തിപ്പിടിച്ച് അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കട്ടെ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. നാനാവിധ രോഗികളെ ആശീർവദിച്ച ദൈവം, മാരക രോഗങ്ങളെ സുഖപ്പെടുത്തിയ ദൈവം, ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ദാ ദിവ്യകാരുണ്യത്തിൻ്റെ മുദ്ര പതിയുകയാണ്. രോഗികൾ ആശുപത്രിയിൽ കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ആശീർവദിക്കുന്നു. കഷ്ടതയിലും ദുരിതങ്ങളിലും കഴിയുന്നവരെ, സാംക്രമിക രോഗികൾ കഴിയുന്നവരെ യേശു ആശീർവദിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളെ കർത്താവ് ആശീർവദിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തെ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.